Hello guys, welcome to our channel. ഹലോ ഗായ്സ്, വെൽക്കം ടു റേസ് വ്ലോഗ്സ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പുതിയൊരു ചലഞ്ച് സ്റ്റാർട്ടാക്കാൻ പോവാണ്. നേരത്തെ ഹെയർ കെയർ മാത്രമായിരുന്നു, ഇതിൻ്റെ കൂടെ ഇപ്പോൾ രണ്ടും കൂടി ഒന്നിച്ച് നമ്മൾ ചെയ്യുകയാണ്. അതായത് ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലേ. ഹെയർ കെയറും അതുപോലെ തന്നെ സ്കിൻ കെയറിൻ്റെ ഒരു 100 days ചലഞ്ച് ആയിട്ടാണ് ഇപ്പോൾ ഞാൻ സ്റ്റാർട്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇന്നലത്തെ വീഡിയോയിൽ നിന്ന് എനിക്ക് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ നമ്മുടെ ചലഞ്ച് പോകുന്നത്. അപ്പോൾ ആ ഒരു ചലഞ്ചിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് വഴി നിങ്ങളുടെ മുടിയുടെയും സ്കിന്നിൻ്റെയും പ്രശ്നങ്ങൾ നിങ്ങൾക്കൊരു ലിമിറ്റ് വരെ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ മാറ്റാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് വെറൈറ്റി രീതിയിലൊക്കെ കൊണ്ടുപോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കാമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഓക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ നമുക്ക് എന്തായാലും ഹോപ്പ്ഫുള്ളി മുന്നോട്ട് പോകാം. അപ്പോൾ 100 days ഞാൻ ഇന്നലെ സത്യത്തിൽ വീഡിയോ ഇടുമ്പോൾ ഇത്ര ദിവസം അങ്ങനെയൊന്നും ഫിക്സ് ആക്കാനായിട്ട് ഉദ്ദേശിച്ചില്ല. പക്ഷെ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തത് മൂലമാണ്. കുറച്ചൊരു 90 days, കുറച്ചൊരു 1 year തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചൊരു 3 months അങ്ങനെയൊക്കെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം കൂടി നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു 100 days ഓഫ് ചലഞ്ച് ആക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഹോസ്റ്റലേഴ്സിനെ മെയിനായിട്ടും ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ചലഞ്ച് ഞാൻ സ്റ്റാർട്ടാക്കിയിട്ടുള്ളത്. ഇന്ന് ഓൾറെഡി നമ്മുടെ ചലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് സ്കിൻ കെയർ ചലഞ്ചിൻ്റെ വീഡിയോസ് ഷോർട്ടാക്കിയും അതുപോലെ ഹെയർ കെയറിൻ്റെ ലോങ് വീഡിയോ ആയിട്ടും ഒക്കെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് വെറൈറ്റി പാക്സ് കാര്യങ്ങളൊക്കെ ഉള്ള ദിവസം ലോങ് വീഡിയോസും അല്ലാത്ത ദിവസം ഷോർട്ട് വീഡിയോസും ഒക്കെ ആയിട്ട് അങ്ങനെ രണ്ടുകൂടിയൊക്കെ മിക്സ് ഒക്കെ ചെയ്തൊക്കെ ഇടാന്നുള്ള രീതിയിലാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെയായിരിക്കും ഇപ്പോൾ ചെയ്യുന്നത്. 100 days ഓഫ് ഹെയർ കെയർ ചലഞ്ചും 100 days ഓഫ് സ്കിൻ കെയർ ചലഞ്ചും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റിനെ ക്രിയേറ്റ് ആക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ വരില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നൈറ്റ് ലോങ് വീഡിയോസ് ആണെങ്കിൽ വൈകിട്ട് 7 മണിക്കായിരിക്കും അപ്ലോഡ് ആക്കുക. 6 മണി തൊട്ട് 8 മണി ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾക്ക് വീഡിയോ പ്രതീക്ഷിക്കാം. മെയിനായിട്ട് ഞാൻ മാക്സിമം 7 PM തന്നെ വീഡിയോസ് അപ്ലോഡ് ആക്കാനായിട്ട് നോക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഷോർട്സ് കാര്യങ്ങൾക്ക് രാവിലെ 10 അല്ലെങ്കിൽ 7, 4 ആ ഒരു ഇടയ്ക്കൊരു എന്തായാലും ഡെയിലി ഞാൻ വീഡിയോസ് അപ്ലോഡ് ആക്കും. ഞാൻ മാക്സിമം നോക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ചലഞ്ചിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ 1 ആണ്. ഡേ 1 ചെയ്ത കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ, അപ്പോൾ നമ്മുടെ 100 ദിവസത്തെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ 1ാമത്തെ ദിവസമാണിന്ന്. അപ്പോൾ എൻ്റെ ഫേസ് കണ്ടിട്ട് ആരും പേടിക്കേണ്ട. ഫേസിൽ ഞാൻ ഓൾറെഡി പാക്ക് അപ്ലൈ ആക്കിയൊക്കെയാണ് കേട്ടോ. നമ്മൾ സ്കിൻ കെയറും ഹെയർ കെയറും ഒന്നിച്ചാണല്ലോ ചെയ്യുന്നത് ചലഞ്ചായിട്ട്. സോ ആദ്യം തന്നെ മുടി ഒന്ന് ഡീറ്റാങ്കിൾ ചെയ്ത് ചെടിയും കാര്യങ്ങളൊക്കെ കളഞ്ഞെടുക്കുക. എനിക്കധികം ഹെയർ ഫാൾ ഉണ്ടായിരുന്നു. ഞാനിപ്പം മുടിയിൽ ഞാൻ പറഞ്ഞിരുന്നില്ല, നല്ല രീതിക്ക് ഓയിൽ തേച്ചിട്ടായിരുന്നു കിടന്നത്. അതുകൊണ്ടാണ് കേട്ടോ അധികം ഹെയർ ഫാൾ ഇല്ലാത്തത്. എന്നിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ കറ്റാർവാഴയുടെ പൊടി ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഇന്നലെ കാണിച്ചു തന്നില്ല. ആ ഒരു കറ്റാർവാഴേൻ്റെ പൊടി എടുത്ത് സാദാ വെള്ളത്തിൽ ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, എനിക്ക് തികഞ്ഞില്ല. ആദ്യമായിട്ടാണ് ഞാൻ കറ്റാർവാഴയുടെ പൊടി യൂസ് ആക്കുന്നത് കേട്ടോ. സോ അതുകൊണ്ടാണ് കുറച്ചെടുത്തത്. അങ്ങനെ ഞാൻ അപ്ലൈ ആക്കി നോക്കിയിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. മുടി ഒഴിച്ചിലോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല. കറ്റാർവാഴയ്ക്ക് ഒരുപാട് ആയുർവേദിക് ഗുണങ്ങളുണ്ട്. അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും, ഹെയർ മോയ്സ്ചറാക്കി സൂക്ഷിക്കാൻ സഹായിക്കും. അതുപോലെ സ്കാൽപ്പും ക്ലീൻ ആക്കും കേട്ടോ. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കറ്റാർവാഴയുടെ പാക്കായിരുന്നു കേട്ടോ. അപ്പോൾ കറ്റാർവാഴയ്ക്ക് ഒരുപാട് ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഡേ 1 ഇത് ഞാൻ ചെയ്തതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോസിൽ ഞാൻ ആഡ് ആക്കാത്ത കാര്യമുണ്ട്, നമ്മുടെ ഫുഡും വെള്ളം കുടിക്കുന്നതും. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുക കേട്ടോ. പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ യാതൊരു മടിയും വിചാരിക്കരുത്. എത്രയും നമുക്ക് വെള്ളം എന്ന് വെച്ചാൽ ഒരുപാടും കുടിക്കണമെന്നും പറയില്ല. ഡെയിലി ഒരു മിനിമം ഒരു 2 to 3 liters എങ്കിലും കുടിക്കുക. അത് നമ്മുടെ സ്കിന്ന് ഗ്ലോ ആക്കാനും അതുപോലെ ഹെയറിൻ്റെ ഗ്രോത്തിനും ഒരുപാട് സഹായിക്കും. സോ വാട്ടർ കുടിക്കുന്നത് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഫുഡ് കൂടുതലും പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക കേട്ടോ. പിന്നെ എണ്ണ അങ്ങനെയുള്ള പലഹാരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കുക എന്ന് തന്നെ പറയാം. കംപ്ലീറ്റ്ലി ഒഴിവാക്കണമെന്ന് ഞാൻ പറയില്ല, കാര്യം അതെല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. പ്രോട്ടീൻസ് അടങ്ങിയ ഫുഡ് മാക്സിമം കഴിക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ സ്റ്റേ ഹാപ്പി, സ്റ്റേ സേഫ്, ബൈ.